അങ്ങനെ ഫസ്റ്റായിട്ട് നമ്മുടെ ഋഷിയാണ് എവിക്റ്റ് ആവുന്നത്. 4 റണ്ണറപ്പ് ആയിട്ടാണ് ഋഷി സ്റ്റേജിലേക്ക് എത്തുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബിഗ് ബോസിൻ്റെ എംബ്ലം വെച്ചിട്ടുള്ള ഒരു ബെഞ്ചുണ്ട്. അതിൻ്റെ മുകളിൽ 5 പേരും കയറി നിൽക്കണം. അപ്പം ബിഗ് ബോസിൻ്റെ ഒരു മാസ്കൊക്കെ വെച്ചൊരാൾ വരുന്നുണ്ട്. ആ ആൾ ഒരാളെ തള്ളിയിടും. അയാളായിരിക്കും എവിക്റ്റ് ആകുക എന്നാണ് ബിഗ് ബോസിൻ്റെ അറിയിപ്പ്. അപ്പോൾ 5 പേരും അതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നു. മാസ്ക് ധാരി ഓരോരുത്തരുടെ അടുത്തായിട്ട് ഇങ്ങനെ മാറി മാറി നടക്കുന്നുണ്ട്. ആദ്യം അഭിഷേകിനെ ഒന്ന് കുലുക്കി, പിന്നെ അർജുനെ ഒന്ന് കുലുക്കി, പിന്നെ ജാസ്മിൻ്റെ അടുത്ത് ചെന്ന് ജാസ്മിനെ ഒന്ന് കുലുക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ എന്നെ വിടല്ലേ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഋഷിയെ ഒന്ന് കുലുക്കി, പിന്നെ ജിൻഡോയെ അടുത്ത് പോയിട്ടൊന്ന് കുലുക്കി, അഭിഷേകിൻ്റെ അടുത്ത് പോയിട്ടൊന്ന് കുലുക്കി, വീണ്ടും അർജുനെ ഒന്ന് കുലുക്കി, ജാസ്മിനെ ഒന്ന് കുലുക്കി. അപ്പോൾ ജാസ്മിന് വീണ്ടും പറയുന്നുണ്ട് എന്നെ വിടല്ലേ എന്നൊക്കെ. മറ്റാരും അങ്ങനെ പ്രതികരിക്കുന്നൊന്നുമില്ല, അങ്ങനെ അനങ്ങാതിരിക്കുകയാണ്. പക്ഷേ ഋഷിയുടെ മുഖത്ത് നമുക്ക് ഫേസിൽ നിന്ന് മനസ്സിലാക്കാം, ഋഷിക്ക് ഏകദേശം തോന്നി തുടങ്ങി ഋഷിയാണ് ഔട്ട് ആകാൻ പോകുന്നതെന്ന്. അത് വെറുതെ ആയില്ല. മാസ്ക് ധാരി ഋഷിയുടെ അടുത്തെത്തിയിട്ട് ഋഷിയെ മേലെ തള്ളി വിടുന്നുണ്ട്. അങ്ങനെ ഋഷി എവിക്റ്റ് ആകുകയാണ് ചെയ്യുന്നത്.